ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പാട്ടും പാചകത്തിലേക്ക് പോകാം. അപ്പോഴൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കറിയണ്ടേ. ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ളൊരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് 4 മണി പലഹാരമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അതെങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉരുളൻകിഴങ്ങിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ നമുക്കതിലേക്ക് ചേർക്കാം. ഞാനിതൊരു മൈദ മാവ് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 1.25 സ്പൂൺ എടുത്തിട്ടുണ്ട്. റവ മാവ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്പൂണ് എള്ളെടുത്തിട്ടുണ്ട്. കാൽ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പിടി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒത്തിരി മുളക് അരിഞ്ഞത്, വട്ടത്തിലരിഞ്ഞതാണ്. കുറച്ച് മല്ലിയില. ഇത് ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, നമുക്കത് വെള്ളം ഒരുപാട് ചേർക്കാതെ നന്നായി ഉരുട്ടി വരുന്ന രീതിയിൽ നമുക്കിത് ഞവടിയെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഹായ്, ഞാൻ ഉണ്ടാക്കിയ ഉരുട്ടി ഉണ്ടാക്കിയെടുത്ത ഉരുളൻകിഴങ്ങാണ്. അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് ഞവടി ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് നല്ല ഭംഗിയിലേക്കാണ്. ഇനി നമുക്കിത് റവ മാവിലോട്ട് ഇടാവുന്നതാണ്. ഇനി ഒന്നൊന്നായി ഇങ്ങനെ എടുത്ത് റവ മാവിലേക്ക് ഇട്ട്, വറുത്ത റവയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, വറുത്ത റവയാണ്. ഇതിലേക്ക് മുക്കി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇടും. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എണ്ണ തിളച്ച് വരുന്നതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, ഫ്രണ്ട്സുകളെ, അമ്മമാരെ, എല്ലാവരും കാണുവാനാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ഇടുന്നതേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊട്ടറ്റോ കൊണ്ട്, ഉരുളൻകിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ മസാലകൾ ഉരുട്ടി വച്ചിരിക്കുകയാണ്. ഹലോ, നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉരുട്ടിയത് വറുത്ത റവ മാവിൽ മുക്കി അതിനെ തിളച്ച എണ്ണയിലേക്ക് ഞാൻ ഇടുകയാണ്. ഇതുപോലെ ഇടുക. വറുത്ത റവ മാവാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ച മാവാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പം ഇതിൻ്റെ മസാലകളെന്ന് പറഞ്ഞാൽ, ഉരുളൻകിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചീവി എടുത്തതാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് എള്ള്, ഉപ്പ്, 2 സ്പൂണ് മൈദമാവ്, 2 സ്പൂണ് റവ മാവ്, അരിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലാണ് ഇത് നമ്മൾ പാകം ചെയ്തെടുക്കാനുള്ളത്. പെട്ടെന്ന് വലിയ തീയിൽ നല്ല ചൂട് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. എള്ളിൻ്റെയും
ആ മസാലയുടെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത്, ഹലോ, ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു പുതിയ ഒരു അടിപൊളി ഐറ്റമാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കുക. നല്ല സാധനമാണ്, നല്ല സൂപ്പറാണ്. ഇതിപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണ്ടേ? വാ. ഹലോ, എല്ലാവരും വരിക. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്. സെറ്റ് സാധനമാണ്, അടിപൊളിയാണ്. നമുക്കിത് ടൊമാറ്റോ സോസുമായിട്ട് മുക്കി കഴിച്ച് നോക്കാം. പറയാനായിട്ട് ഒന്നുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ. എല്ലാവരും ഇത് ഉണ്ടാക്കുക, ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുക്കുക. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിൽ ചേർക്കണമെന്ന ചേരുവകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. മൈദമാവ്, അരിപ്പൊടി, ഉരുളൻകിഴങ്ങ്, മല്ലിയില, പച്ചമുളക്, 1/4 സ്പൂൺ മുളക് പൊടി, എള്ള്, ഇത്ര ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഞവടി അതിനെ ഉരുട്ടി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വറുത്ത റവമാവ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിലേക്ക് ഈ ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം അതിലോട്ടിട്ട് ഉരുട്ടി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് അത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക്, അധികം അങ്ങ് മൂക്കരുത്, ഈ നിറമേ ആകാവൂ. ആയി വരുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ അടിപൊളിയായിരിക്കും. അതിനെ നമ്മൾ എടുത്ത് കുട്ടികൾക്കും കൊടുത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ, ചായയോടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. അതുപോലെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ ബൈ.